ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റേ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനെ 2-1 എന്നുള്ള സ്കോറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്പെയിൻ യൂറോപ്യൻ ചാമ്പ്യന്മാരായിരിക്കുന്നത്. അതായത് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് സ്പെയിൻ. 4ാം തവണയാണ് അവരിപ്പോൾ യൂറോപ്യൻ കിരീടം സ്വന്തമാക്കുന്നത്. അവരെക്കാൾ കൂടുതൽ ഈ കിരീടം സ്വന്തമാക്കിയ മറ്റൊരു രാജ്യമില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതില്ല. അപ്പോൾ അത്തരത്തിൽ ഹിസ്റ്ററി മേക്കേഴ്സ് ആയിരിക്കുകയാണ്. മാത്രമല്ല സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം ഡിസേർവിങ് വിന്നേഴ്സാണ്. അത് അങ്ങനെ തന്നെ പറയണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്ന സാഹചര്യത്തിൽ അധികം ആളുകളൊന്നും ഈ സ്പാനിഷ് സൈഡിനെ ഫേവറേറ്റ്സുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പേരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും, സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ വലിയ തോതിൽ ഫേവറേറ്റ്സുകളായിട്ട് അവരെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയത്തിന് ഇരട്ടി മധുരമുള്ളത്. മാത്രമല്ല അവർ കളിച്ചിട്ടുള്ള ഫുട്ബോൾ പ്യൂർഫുൾ ഫുട്ബോളാണ്. കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് ഉണ്ടായിരുന്നു അവരുടെ അറ്റാക്കിങ്ങിൽ, അവരുടെ ഡിഫെൻഡിങ്ങിൽ, അവരുടെ മിഡ്ഫീൽഡ് പ്ലേയിൽ. അവർ പൊസിഷൻ സറണ്ടർ ചെയ്യാൻ തയ്യാറാണ്, പൊസിഷൻ ആവശ്യമുള്ള സാഹചര്യത്തിൽ പൊസിഷൻ കീപ്പ് ചെയ്യാൻ തയ്യാറാണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുട്ബോളാണ് ലൂയിസ് ഡെലഫ്യൂൻറ്റി എന്ന് പറയുന്ന മാനേജറുടെ കീഴിൽ ഈ സ്പാനിഷ് സൈഡ് കളിച്ചുള്ളത്. ഈ ടൂർണമെൻറ്റിലൂടെ വേണം ഏറ്റവും കൂടുതൽ ഗോളുകളും ഈ ടൂർണമെൻറ്റിൽ അടിച്ചുള്ളത് അവരാണ്. മാത്രമല്ല 7 മത്സരങ്ങളും അവർ വിജയിച്ചു. 7 മത്സരങ്ങളും വിജയിച്ചു എന്ന് മാത്രമല്ല, ഒരെണ്ണം പോലും പെനാൽറ്റി ഷൂട്ടിലേക്ക് പോലും അവർ കൊണ്ടെത്തിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജർമ്മനിക്കെതിരെയുള്ള മത്സരം അത് എക്സ്ട്രാ ടൈമിലേക്ക് കടന്നു. എക്സ്ട്രാ ടൈമിൽ അവർ വിജയിക്കും നമ്മൾ കണ്ടു. അങ്ങനെ 7 മത്സരങ്ങളും വിജയിച്ചിട്ട് വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അവർ ഈ കിരീടം സ്വന്തമാക്കിയുള്ളത്. മാത്രമല്ല അവരുടെ ഈ കിരീടത്തിലേക്കുള്ള പാതയിൽ ആരൊക്കെയാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്? ആരൊക്കെയാണ്? ഗ്രൂപ്പിൽ തന്നെ ക്രൊയേഷ്യക്കെതിരെ വിജയിക്കുന്നു, ഇറ്റലിക്കെതിരെ വിജയിക്കുന്നു, അൽബേനിയക്കെതിരെ വിജയിക്കുന്നു. മരണ ഗ്രൂപ്പിലായിരുന്നു ഇത്ര ചെന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അവർ കടന്നുകൂടുന്നു. എന്നിട്ടോ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായതിൻ്റെ വലിയ ഗുണമുണ്ടായോ? ഇല്ല. ടഫ് ബ്രാക്കറ്റിൽ ചെന്ന് വിട്ടു. എന്നിട്ടോ ജോർജിയക്കെതിരെ പ്രീ ക്വാർട്ടറിൽ 1 ഗോളിന് പുറകിൽ പോയതിനു ശേഷം തിരിച്ചു വന്ന് വിജയിക്കുന്നു. ജർമ്മനിക്കെതിരെ അവർ വിജയിക്കുന്നു. അതായത് ആതിഥേയരായിട്ടുള്ള ജർമ്മനിക്കെതിരെ ജർമ്മൻ മണ്ണിൽ അവർ വിജയിക്കുന്നു. പിന്നീട് സെമി ഫൈനലിൽ സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഫ്രാൻസിനെതിരെയായിരുന്നു പോരാട്ടം ഉണ്ടായിരുന്നത്. ഫ്രാൻസിനെയും അവർ മുട്ടുകുത്തിക്കുന്നു. അങ്ങനെ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ വിജയിച്ചിട്ടാണ് അവർ ഈ കിരീടത്തിൽ മുത്തമിട്ടുള്ളത്. മാത്രമല്ല ഈ ലൂയിസ് ഡെലഫ്യൂൻറ്റിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചെങ്ങായിനോട് നന്ദി പറയാനുള്ളത് ഒരു കാര്യത്തിനോടാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തോട്. കാരണം എന്ന് വെച്ചാൽ ആ വിങ് പ്ലേ തിരിച്ചു കൊണ്ടുവന്നല്ലോ. സന്തോഷം ചെങ്ങായി, വലിയ സന്തോഷമുണ്ട്. അതായത് പ്രോപ്പർ വിങ്ങർമാരിങ്ങനെ 2 വിങ്ങിലിങ്ങനെ പറക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണെന്നുള്ളതാണ്. ഇപ്പം നമ്മളധികം കാണാത്ത തരത്തിലുള്ളൊരു കാര്യമാണത്. അപ്പോൾ അങ്ങനെ ഫിയർലെസ് ആയിട്ട് ബ്രേവ് ആയിട്ട് ടേക്ക് ഓണുകൾ നടത്തിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വിങ്ങർമാർ കളിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. അത് ഈ ഒരു ടൂർണമെൻറ്റിൽ നമുക്ക് കാണിച്ചു തന്നതിൽ സ്പെയിനോട് ഡെലഫ്യൂൻറ്റിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളതാണ്. മാത്രമല്ല ആ ട്രഡീഷണൽ വിങ് പ്ലേ നമ്മൾ കാണുമ്പോൾ എന്താ സ്വാഭാവികമായിട്ടും ഫുൾ ബാക്കുകളുടെ ആ ഒരു അണ്ടർലാപ്പിംഗ് റണ്ണും ഓവർലാപ്പിംഗ് റണ്ണും നമ്മൾ കാണുന്നു. അപ്പോൾ നീക്കോ വില്യംസിൻ്റെ കൂടെ കുക്കറയ ആ ഒരു ഏരിയയിൽ മനോഹരമായിട്ട് കളിക്കുന്നു. അവർ തമ്മിലുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ കാണുന്നു. ഇപ്പുറത്താണെങ്കിൽ ലമീൻ യമാലും കാർവാഹാലും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് നമ്മൾ കാണുന്നു. എന്തായാലേ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് ആദ്യം ഡെലഫ്യൂൻറ്റിക്ക് നന്ദി അറിയിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ മിഡ്ഫീൽഡിൽ ടെക്നീഷ്യന്മാരിങ്ങനെ വർക്ക് ചെയ്യുകയാണ്. എന്ത് രസമാണ് അവർ പാസ് ചെയ്യുന്നത് കാണാൻ, അവരുടെ 1 ടച്ച് ഫുട്ബോൾ കാണാൻ. ഫാബിയാൻ റൂയിസൊക്കെ എത്ര മനോഹരമായിട്ടാണ് കളിച്ചുള്ളത്. റോഡ്രി പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഡിസേർവിംഗ് ആണ്. ഫാബിയാൻ റൂയിസിന് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു, കാരണം അദ്ദേഹം ഡിസേർവിംഗ് തന്നെയാണ്. ഡാനി ഓൾമോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കൗട്ട് സ്റ്റേജുകളിൽ. ലമീൻ യമാൽ തുടക്കം മുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നീക്കോ വില്യംസ് മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്പാനിഷ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടീമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തിയിട്ടുള്ളത്. ഒരു പ്രോപ്പർ യൂണിറ്റായിട്ടാണ് അവർ ഈ കിരീടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന് ഡെലഫ്യൂൻറ്റിക്ക് തന്നെയാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഈ റോഡ്രിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, റോഡ്രി 2023 വർഷം തുടങ്ങിയതിനു ശേഷം മാൻ സിറ്റിക്കും ഇപ്പോൾ സ്പെയിനിനും വേണ്ടിയിട്ട് 8 കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു കാലയളവിൽ അദ്ദേഹം ആകെ 4 മത്സരങ്ങൾ മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. അതായത് പരാജയപ്പെട്ട മത്സരങ്ങളുടെ ഇരട്ടി കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് വലിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ മാഞ്ചസ്റ്റർ സിറ്റി സൈഡിൽ നിന്ന് നമുക്ക് റോഡ്രിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ സൈഡ് വീക്കായി നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹം ഇല്ലാത്ത മത്സരങ്ങളുടെ സ്റ്റാറ്റ്സ് പോയി നോക്കിക്കഴിഞ്ഞാൽ മതി. ഇപ്പോൾ ഞാൻ ആ സ്റ്റാറ്റ്സിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഈ സ്പാനിഷ് സൈഡിലും റോഡ്രി ആ മിഡ്ഫീൽഡിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടു കഴിഞ്ഞാണല്ലോ ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ഈ മത്സരത്തിൽ ഫൈനലിൽ അദ്ദേഹത്തിന് സെക്കൻഡ് ഹാഫിൽ പിന്നെ കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. ഇഞ്ചുറി എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഒരു കിടിലം ബ്ലോക്ക് നടത്തിയിട്ടുള്ള സാഹചര്യത്തിൽ. അങ്ങനെ സുബിമെൻറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സുബിമെൻറ്റി മികച്ച രീതിയിലുള്ള പ്രകടനം തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്, സിസ്റ്റം ഈസ് കീ എന്ന് മാത്രമല്ല ഡെലഫ്യൂൻറ്റിയുടെ കോച്ചിങ് ഈസ് കീ. അതാണ് എടുത്ത് പറഞ്ഞതായിട്ടുള്ള സംഭവം. അപ്പോൾ മനോഹരമായിട്ട് ഈ സ്പാനിഷ് സൈഡ്
ആ കിരീടം ഉയർത്തുന്നത് കണ്ടപ്പോൾ സന്തോഷമായി. മാത്രമല്ല ഇംഗ്ലണ്ട് ഈ കിരീടം നേടിയിരുന്നെങ്കിലും അതൊരു കാറ്റസ്ട്രോഫി ആകുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം എന്ന് വെച്ചാൽ അവർ ഈ ടൂർണമെൻറ്റിൽ ഫൈനലിലേക്ക് എത്തിയത് പോലും പലപ്പോഴും ലക്കിൻ്റെ ഒരു പിൻബലത്തോടു കൂടി മാത്രമായിരുന്നു എന്നാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. മാത്രമല്ല ഒപ്പം ഇൻഡിവിജ്വൽ ബ്രില്യൻസും അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഓഫ് പ്ലേ ഒന്നും അവരുടെ അറ്റാക്കിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതായത് ഒരു XG സ്റ്റാറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ പുറത്തായിട്ടുള്ള ക്രൊയേഷ്യ ഉണ്ടാക്കിയ അത്ര എക്സ്പെക്റ്റഡ് ഗോൾസ് പോലും ഇംഗ്ലണ്ട് ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഫൈനലിലേക്ക് എത്തിയിട്ടുള്ള ഇംഗ്ലണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇവർ അറ്റാക്കിങ്ങിൽ കാര്യമായിട്ടൊരു തേങ്ങയും ചെയ്തിട്ടില്ല എന്നുള്ളത്. ശരിയാണ്, ഇപ്പോൾ ഗാരത്ത് സൗത്ത്ഗേറ്റ് എന്ന് പറഞ്ഞ മാനേജറിൻ്റെ കീഴിൽ ബാക്ക് ടു ബാക്ക് യൂറോപ്യൻ ഫൈനലുകളിലേക്കൊക്കെ അവർ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ആദ്യമായിട്ടാണ് ഒരു മാനേജർ ഇത്തരത്തിൽ ബാക്ക് ടു ബാക്ക് ഫൈനലുകൾ പരാജയപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഫൈനലിലേക്ക് എത്തി, ശരിയാണ്. എങ്ങനെ എത്തി എന്നുള്ളതിനൊന്നും വലിയ പ്രാധാന്യം ഇല്ല എന്ന് പറയുമ്പോഴും ഈ ഇംഗ്ലണ്ട് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അവിടെയുള്ള താരങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അവിടെയുള്ള പൊട്ടൻഷ്യൽ പ്ലേയേഴ്സിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരിങ്ങനെയൊന്നും കളിച്ചാൽ പോരാ എന്നുള്ളതാണ്. ഡിഫെൻസീവ് ഫുട്ബോൾ കളിക്കുന്നത് മോശമുള്ള കാര്യമൊന്നുമല്ല. അത് ഫുട്ബോൾ പല രീതിയിൽ കളിക്കാൻ പറ്റും. പക്ഷേ ഡിഫെൻസീവ് ഫുട്ബോൾ കളിക്കുമ്പോഴും അറ്റാക്കിങ്ങിൽ എന്തെങ്കിലും തരത്തിലൊരു പ്ലാൻ വേണം എന്നുള്ള കാര്യം ഓർക്കണം. ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു പ്ലാൻ വേണം. അതുപോലും ഇംഗ്ലണ്ട് സൈഡിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണുള്ളത്, നമ്മൾ തുടക്കം മുതൽ പറയുന്നൊരു കാര്യമാണ്. എന്തെങ്കിലും ഉണ്ടോ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്നുള്ളതാണ്? ഒന്നുമില്ല. മാത്രമല്ല അവിടെയുള്ള പ്ലേയേഴ്സിൻ്റെ മാക്സിമം എടുക്കാൻ ഈ ഗാരത്ത് സൗത്ത്ഗേറ്റിന് സാധിക്കുന്നില്ല. വളരെ പാസീവായിട്ടുള്ളൊരു അപ്രോച്ചാണ്. അപ്പോൾ അവർ ഈ ടൂർണമെൻറ്റിൽ അവരെ സംബന്ധിച്ചോളം അവർക്ക് ഒരു മികച്ച ബ്രാക്കറ്റ് കിട്ടി, ഫേവറബിൾ ഡ്രോ കിട്ടി. അതിൻ്റെ പിൻബലത്തിൽ ആണ് അവർ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സ്ലോവാക്യക്കെതിരെ എന്താ പറയുക, ഒരു എലിമീഷക്കാണ് അവർ പുറത്താകാതെ രക്ഷപ്പെട്ടു പോയത്. അത് ക്ലച്ച് മൊമെൻറ്റിൽ ജൂഡ് ബെല്ലിംഗാം ഡെലിവറി നമ്മൾ കണ്ടു. അല്ലെങ്കിൽ അപ്പോഴേ പുറത്തായി പോകേണ്ട തരത്തിലുള്ള ഒരു സൈഡാണ്. അവിടെ നിന്ന് അവർ സ്ലൈറ്റ്ലി ടൂർണമെൻറ്റിൽ ഗ്രോ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഫോർമേഷൻ ചേഞ്ച് ഒക്കെ വരുത്തുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം സ്പെയിനിൻ്റെ ക്വാളിറ്റിയുള്ള ഒരു സൈഡുമായിട്ട് അവർ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ബെറ്റർ സൈഡുമായിട്ട് ഏറ്റുമുട്ടിയുള്ള സാഹചര്യത്തിൽ അവർ പരാജയപ്പെട്ടു. അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം. നേരെ മറിച്ച് സ്പെയിനിൻ്റെ പാത നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അതേ പാതയായിരുന്നു ഇംഗ്ലണ്ടിനെങ്കിൽ ഇംഗ്ലണ്ട് എപ്പോഴേ വീട്ടിലേക്ക് പോയേനെ. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ വിയോജിക്കാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇംഗ്ലണ്ട് എങ്ങാനും ഈ കപ്പടിച്ചിരുന്നെങ്കിൽ, ഈ സ്പാനിഷ് സൈഡിനെ പരാജയപ്പെടുത്തിയിട്ട് കപ്പടിച്ചിരുന്നെങ്കിൽ അത് ഒരു കാറ്റസ്ട്രോഫി ആയിരുന്നേനെ എന്നുള്ളതാണ്. ഈ സ്പാനിഷ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് സൈഡിൻ്റെ ഡെപ്ത് അവകാശപ്പെടാൻ അവർക്കില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ എന്താണ്, അവിടെയാണ് കോച്ചിൻ്റെ മികവ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഡെല ഫ്യൂൻറ്റെ എന്ന് പറയുന്ന കോച്ച് ഇതിപ്പോൾ എന്താണ്, Under-19 യൂറോസ് എടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. Under-21 യൂറോസ് എടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഇപ്പോൾ സീനിയർ ടീമിൻ്റെ കൂടെ അദ്ദേഹം യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടം ഉയർത്തിയിരിക്കുകയാണ്. ഈ യാത്രയിലൊക്കെ മെറീനോയും അതുപോലെ തന്നെ ഉനായ് സിമോണും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. ഇതിനിടയിൽ നാഷൻസ് ലീഗ് ടൈറ്റിലും ഡെല ഫ്യൂൻറ്റെ സ്വന്തമാക്കിയിട്ടുണ്ട്. 63-ാമത്തെ വയസ്സിലാണ് ഈ ചെങ്ങായി ഇത്തരത്തിലുള്ള ഒരു നേട്ടത്തിലേക്ക് ഈ ടീമിനെ കൊണ്ടെത്തിച്ചുള്ളത്. എന്താ അല്ലേ, അദ്ദേഹം ഈ ജോബ് ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ അത്ര വെടുപ്പൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതാണ് ബ്രേവ് ആയിട്ടുള്ള ഡിസിഷൻസ്. ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് പ്രത്യേകിച്ച് വിങ്ങർമാർക്ക് ആ ഫ്രീഡം കൊടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതാണ് നമുക്ക് ആ ഫുട്ബോൾ കാണാൻ സാധിച്ചു. അപ്പോൾ അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മാത്രമല്ല ഡെല ഫ്യൂൻറ്റെ സംബന്ധിച്ചിടത്തോളം ഈ സ്ക്വാഡിലുള്ള മിക്ക പ്ലേയേഴ്സും അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കോച്ച് ചെയ്തിട്ടുള്ള പലരും അവിടെ ഉണ്ട്. ഈ 26 പേരിൽ 15 പേരെ അദ്ദേഹം മുമ്പ് കോച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. Under-19 ആയിട്ടും Under-21 ഒക്കെ ആയിട്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ ക്ലോസ് ആയിട്ട് ഇതിൽ പലരെയും അദ്ദേഹത്തിന് അറിയാം. അതും ഈ ടീമിലുള്ള കെമിസ്ട്രി വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഇംപ്ലിമെൻറ്റ് ചെയ്യിപ്പിക്കാനും ഗുണം ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല ആ ഒരു വെറുതെ പൊസിഷൻ വെക്കുന്ന ആ ഒരു സ്പാനിഷ് സൈഡിൽ നിന്നും എന്താണ് ഡയറക്റ്റ് അപ്രോച്ച് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പാനിഷ് സൈഡിലേക്ക്, എല്ലാത്തിൻ്റെയും ഒരു റൈറ്റ് മിക്സ്ചറിലൂടെ ഫുട്ബോൾ കളിക്കുന്ന ഒരു സ്പാനിഷ് സൈഡിലേക്ക്, ഒരു പ്രോപ്പർ ബാലൻസ്ഡ് ഫുട്ബോളിങ് യൂണിറ്റിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അതും അത്ര ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഭീകരമായിട്ടുള്ള സൂപ്പർ സ്റ്റാറുകളൊന്നും അവിടെ ഇല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അൽവാരോ മൊറാട്ട എന്ന് പറയുന്ന കപ്പിത്താൻ്റെ കീഴിലാണ് ഇപ്പോൾ അവർ ഈ കിരീടം സ്വന്തമാക്കിയുള്ളത്. മൊറാട്ടയെ സംബന്ധിച്ചോളം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഓഫ് ദി ബോൾ വർക്ക് റേറ്റ്, അദ്ദേഹത്തിൻ്റെ ലിങ്ക് പ്ലേ എല്ലാം മികച്ചതാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന് ബോക്സിൽ കാര്യമായിട്ടുള്ള ഔട്ട്പുട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ മത്സരത്തിലും ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഓഫ് ദ ബോൾ കിഡിലിനായിട്ടുള്ള വർക്ക് റേറ്റ് കൊടുത്തിട്ടുണ്ട് മൊറാട്ട എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പിന്നെന്താ, ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ പോർട്ടൊക്കെ മനോഹരമായിട്ടാണ് കളിച്ചിട്ടുള്ളത്. ആൾ സൗദിയിലാണ് ഫുട്ബോൾ കളിക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്, അൽ നസറിന് വേണ്ടിയിട്ട്. പക്ഷേ സ്റ്റാൻഡ് ഔട്ട് പെർഫോമറായിട്ടാണ്
ചങ്ങായി ആ ഡിഫൻസിൽ തല ഉയർത്തി നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയോ ലെനോർമാൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. കാർവഹാൽ എജാതി ബിഗ് ഗെയിം പ്ലെയർ ആണെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ കാർവഹാലിൻ്റെയും നാച്ചോയുടെയൊക്കെ ഡ്രീം സീസൺ ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങൾ. അതായത് റയൽ മാഡ്രിഡിൻ്റെ കൂടെ ചാമ്പ്യൻസ് ലീഗും ലാലിഗ ടൈറ്റിലൊക്കെ അടിച്ചിട്ടാണ് യൂറോയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യൂറോയും അടിച്ചിരിക്കുകയാണ്. എന്താ അപ്പോൾ ഇത്? ഹൊസലും ഉണ്ട് കേട്ടോ ആ ലിസ്റ്റിൽ. കാർവഹാലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ നോ ഹൗ ഡിഫെൻഡ് ചെയ്യാനുള്ള ആ ഒരു രീതി, അദ്ദേഹം ഈ പ്ലേയേഴ്സിനെ ഇടങ്ങേറാക്കുന്നതാണ്. അത് കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് അവിടെ അദ്ദേഹം യൂസ് ചെയ്യുന്നത്. ബെല്ലിംഗാമിനെയൊക്കെ അദ്ദേഹം തള്ളി മാറ്റുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് ആണത്. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞു, ഫാബിയൻ റൂയിസ് സെൻസേഷണൽ ആയിരുന്നു ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റ്. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് ഈവൻ ഫാബിയൻ റൂയിസിന് കൊടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ് ചങ്ങായി നടത്തിയിട്ടുണ്ട്. ഡാനി ഓൾമോ ഇപ്പോൾ ഈ മത്സരത്തിൽ ഗോൾ ലൈൻ ക്ലിയറൻസും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. 2-1 എന്നുള്ള സ്കോർ ലൈനിന് ലീഡിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ കോർണറിൽ നിന്നുള്ള ക്ലിയറൻസ്, അതൊക്കെ ജാതി ക്ലിയറൻസ് ആണ്. അതൊക്കെ വേറെ ലെവൽ ക്ലിയറൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്നു. പിന്നെ ആ ഗോള്, അതായത് സെക്കൻഡ് ഹാഫിലാണ് ഗോൾ വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ അത്ര കാര്യമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും സേഫായിട്ട് കളിക്കുന്ന ഒരു സാഹചര്യം, ഇത്തിരി റെസ്പെക്ട് കൊടുക്കുന്ന കാര്യങ്ങൾ കണ്ടു. പക്ഷേ സ്പെയിൻ തന്നെയാണ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഒരു ഗിയർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഡെലഫിൻ്റെ ഒരു ടീം. അതിലുള്ള സംഭവവികാസങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെ അവിടെ ഒരു വിങ്ങറിൽ നിന്ന് മറ്റൊരു വിങ്ങറിലേക്ക് കൊടുത്തുള്ള ആ പാസിലാണ് ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. എത്ര സുന്ദരമായിട്ടുള്ളൊരു സംഭവമാണത്. ലമീൻ യമാലിൻ്റെ അസിസ്റ്റിൽ നീക്കോ വില്യംസ് ഗോൾ അടിക്കുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്പോസർ ബോക്സിൽ കാഴ്ചവെക്കുന്നു. അങ്ങനെ സ്പെയിൻ ലീഡ് എടുക്കുന്നു. പിന്നെ സബ്ബായിട്ട് വന്നിട്ടുള്ള കോൾ പാമറാണ് ഇംഗ്ലണ്ടിന് വേണ്ടി ഈക്വലൈസർ അടിക്കുന്നത്. അതും ബ്യൂട്ടിഫുൾ സ്ട്രൈക്കാണ്. ബെല്ലിംഗാമിൻ്റെ അസിസ്റ്റാണ്. പക്ഷേ കോൾ പാമറിൻ്റെ ആ ഒരു സ്ട്രൈക്ക്, അദ്ദേഹത്തിൻ്റെ എബിലിറ്റിയാണ് നമുക്കവിടെ അദ്ദേഹം കാണിച്ചു തരുന്നത്. ബ്യൂട്ടിഫുൾ സ്ട്രൈക്ക്. സ്ലൈറ്റ് ഡിഫ്ലക്ഷൻ അതിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ടിൽ, പക്ഷേ ആ ഒരു പ്ലേസ്മെൻറ്റ് അത് ബ്യൂട്ടിഫുൾ ആണെന്നുള്ള കാര്യം കൊടുക്കണം. അപ്പോൾ നമ്മൾ ആലോചിക്കുക, എന്തുകൊണ്ടാണ് ഈ കോൾ പാമറിനൊന്നും കൂടുതൽ യൂസ് ചെയ്യാത്തതെന്നുള്ളത്. ചില പ്ലെയേഴ്സൊക്കെ അണ്ടർ പെർഫോം ചെയ്യുമ്പോൾ അവരെന്തിന് വീണ്ടും വീണ്ടും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബെഞ്ചിലല്ലേ വേറെയും ഓപ്ഷൻസ് ഉള്ളത്, അവരെ യൂസ് ചെയ്തുകൂടെ എന്നുള്ളതാണ്. അപ്പോൾ സ്ക്വാഡ് സ്ട്രെങ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഇംഗ്ലീഷ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ കൊണ്ടുവരാത്ത പ്ലേയേഴ്സും വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്ക്വാഡ് സ്ട്രെങ്ത് ഒന്നും ഈ സ്പാനിഷ് സൈഡിന് അവകാശപ്പെടാനില്ല എന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ അവരൊരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് വ്യത്യാസം. ടീമായിട്ടാണ് സ്പാനിഷ് സൈഡ് പ്രവർത്തിക്കുന്നത്. ഇവിടെ കുറേ ഇൻഡിവിജ്വൽസാണ്. ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമമൊക്കെ ഇംഗ്ലണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിൽ നല്ലതായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അതൊക്കെ താറുമാറാകുന്ന ഒരു കാര്യങ്ങൾ കണ്ടു. കാരണം സ്പാനിഷ് സൈഡ് അവരുടെ ടെമ്പോ അങ്ങോട്ട് കൂട്ടി അതിൽ ഒരു പെട്ടു. അങ്ങനെ പിന്നെ അഗെയിൻ നമ്മൾ ഈ സൗത്ത് ഗേറ്റിൻ്റെ രീതിയാണ് നമ്മൾ കാണുന്നത്. അവർ ഈ ഈക്വലൈസർ നേടിയ സാഹചര്യത്തിൽ സ്പാനിഷ് സൈഡ് ഒന്ന് പതറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പതർച്ചയിൽ മുതലെടുക്കാൻ ഇംഗ്ലണ്ടിന് സാധിക്കില്ല. കാരണം വെച്ചാൽ അവർ വീണ്ടും പുറകിലേക്ക് വലിഞ്ഞിറങ്ങുന്നു, ആ ഒരു നെഗറ്റീവ് അപ്രോച്ച് എടുക്കുന്നു. അതോടുകൂടിയിട്ട് എന്താ സംഭവിക്കുന്നത്, സ്പാനിഷ് സൈഡ് വീണ്ടും ആ ഒരു പൊസിഷൻ കൺട്രോൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ അവർ വീണ്ടും ആ ഒരു കോൺഫിഡൻസ് വീണ്ടെടുക്കുന്നു. പിന്നെ അവർ ആ ഒരു വഴി കണ്ടെത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ആ വഴി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? കുക്കുരയുടെ ക്രോസിൽ നിന്നാണ്. ഈ വാക്കറിൻ്റെ പൊസിഷനിങ് ആബ്സല്യൂട്ട്ലി ഓഫുള്ളാണ്. ആബ്സല്യൂട്ട്ലി ഓഫുൾ. അപ്പോഴാണ് വാക്കറിനെ മാറ്റാൻ സമയമായില്ലേ എന്നുള്ളൊരു ചോദ്യം ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെൻഡ് ഉണ്ട്, റീസ് ജെയിംസ് ഉണ്ട്, അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് അവിടെ. അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് ഓഫുള്ളാണ്. അങ്ങനെ കുക്കുരയുടെ മനോഹരമായിട്ടുള്ള ആ ഒരു ക്രോസിൽ ആരാണ്? ഒയർസബാൽ. മൊറാട്ടയ്ക്ക് പകരക്കാരനായിട്ട് വന്നുള്ള ഒയർസബാലാണ് സ്ലൈഡ് ചെയ്ത് ഗോളാക്കുന്നത്. അങ്ങനെ കുക്കുരയൊക്കെ എത്രത്തോളം പിന്നെന്താ പറയുക അവഹേളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഗാരി നെവിൽ ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്ന സാഹചര്യത്തിൽ കുക്കുരയെ ആയിരിക്കും ഒരു കാരണം സ്പെയിന് ഈ കപ്പടിക്കാതിരിക്കാൻ എന്നുള്ള കാര്യം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയൊക്കെ കുക്കുരയെ കൊടുക്കുന്ന ഒരു സാഹചര്യം കണ്ടു. സുന്ദരമായിട്ടുള്ള മറുപടി, റെസ്പെക്റ്റോട് കൂടിയുള്ള മറുപടി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ സ്പാനിഷ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലമീൻ യമാൽ ഒരു ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ്. യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ, ബിഗ് ചാൻസസ്, അസിസ്റ്റ് ഒക്കെ നേതൃത്വത്തിലുള്ള ആൾ ഈ ലമീൻ യമാലാണ്. അപ്പോൾ അത്തരത്തിൽ 16 വയസ്സിൽ തുടങ്ങി ഇപ്പോൾ 17 വയസ്സായി ചങ്ങായിക്ക്. പക്ഷേ എജാതി ഇമ്പാക്റ്റാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യൂറോ ടൂർണമെൻറ്റിൽ, ആദ്യത്തെ മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ ചങ്ങായി ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള പ്ലോഡിറ്റ്സ് ലഭിക്കും. അത് അർഹിക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ്. ഈ ലമീൻ യമാൽ ഓൾറെഡി ഈ ടൂർണമെൻറ്റിൽ 4 അസിസ്റ്റുകൾ നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 17 വയസ്സാണ് ചങ്ങായിക്കുള്ളത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, യൂറോയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ ഉള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലാണ്. 7 അസിസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. അതായത് 6 ഡിഫറെൻറ്റ് യൂറോകളിൽ റൊണാൾഡോ പങ്കെടുക്കുന്ന നമ്മൾ കണ്ടതാണ്. ആ 6 യൂറോകളിൽ നിന്നായിട്ടാണ് 7 അസിസ്റ്റുകൾ അദ്ദേഹം നേടിയെടുത്തുള്ളത് ഒരൊറ്റ ടൂർണമെൻറ്റിൽ തന്നെ. ഇപ്പോൾ 17 വയസ്സ് മാത്രം പ്രായമാകുന്ന ലമീൻ യമാൽ 4 അസിസ്റ്റുകൾ നേടിയെടുത്തു കഴിഞ്ഞു. ഇനി എത്ര യൂറോകൾ അദ്ദേഹത്തിന് കളിക്കാനുണ്ട് എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ആ റെക്കോർഡ്
യമാൽ തകർക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇഞ്ചുറിയും കാര്യങ്ങളൊന്നും അലട്ടിയില്ലെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ബാഴ്സയിൽ ചിലപ്പോൾ എന്നാണ് ഓവർ യൂസ് ചെയ്യപ്പെടാനൊരു സാധ്യതയുണ്ട്. എന്തായാലും ഒടുക്കത്തെ പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറാണ് ലമീൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ലാമാസിയ മറ്റൊരു ഇൻക്രെഡിബിൾ ജെം ഓഫ് എ ടാലൻറ്റിനെ കൂടി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ലാമാസിയക്ക് വേറെ വഴിയില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ബാസ പ്ലേയേഴ്സിനും റയൽ പ്ലേയേഴ്സിനും തന്നെയായിരിക്കും കൂടുതലും സ്പെയിനിൽ കൂടുതൽ ക്രെഡിറ്റുകൾ കിട്ടുക. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് മിക്കൽ മെറീനോ, സുബിമെൻഡി ഇപ്പോൾ ഈ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആൾ, അതുപോലെ തന്നെ വയർസബാൽ, പിന്നെ ആരാണ് ലെനോർമാൻ, ഇവരൊക്കെ റയൽ സോസിഡാഡിൻ്റെ പ്ലേയേഴ്സാണെന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ഡാനി ഓൾമ ലൈപ്സിഗിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. ലപ്പോർട്ട് എവിടെയാണ് കളിക്കുന്നത്? സൗദിയിലാണ് കളിക്കുന്നത്. കുക്കുറെ ചെൽസിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ലാലീഗയുടെ ക്വാളിറ്റി കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. റയൽ സോസിഡാഡൊക്കെ ഒരു ഗ്രേറ്റ് അക്കാഡമി കൂടിയാണെന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ക്ലബിനും ഈ സ്പാനിഷ് വിക്ടറിയിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ലാലീഗയുടെ ടെക്നിക്കൽ ക്വാളിറ്റി സൂപ്പർബാണ്. പിന്നെ നീക്കോ വില്യംസ് ക്ലബ് അത്ലറ്റിക്കിൻ്റെയാണ്, പക്ഷേ ഉടനെ തന്നെ അവിടെ നിന്ന് അദ്ദേഹം പോകും, സംശയമില്ലാത്ത കാര്യമാണ്. അത് ടൂർണമെൻറ്റാണ് നീക്കോ വില്യംസിനും ലമീൻ യമാലിനൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലേ ഭയങ്കര രസമായിരുന്നു അവർ രണ്ട് വിങ്ങിലും കളിക്കുന്നത് കാണാൻ. അപ്പോൾ എന്നാലും അതാണ് ഈ സ്പാനിഷ് സൈഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി, റോഡ്രി ഫോർ ബാലൻ ഡിയോർ. പലരും അതിന് ചിലപ്പോൾ വിയോജിപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുമായിരിക്കും. പക്ഷേ ഇറ്റ്സ് അബൌട്ട് ടൈം നമ്മൾ ഇത്തരത്തിലുള്ള പ്ലേയേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മളെപ്പോഴും ഗോളടിക്കുന്നവരെയും അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നവരെയാണ് കൂടുതലും സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ റോഡ്രിയെ പോലെയുള്ള മിഡ്ഫീൽഡിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചങ്ങായിമാരും ശരിക്കും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്, ആഘോഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ബാലൻ ഡിയോർ പോലെയുള്ള സംഭവങ്ങൾ റോഡ്രിയെ പോലെയുള്ള താരങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. പുള്ളിക്കാരൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അജാതി കൺസിസ്റ്റൻറ്റ് ലെവലാണ് പെർഫോം ചെയ്യുന്നത്. ബിഗ് ഗെയിമുകളിലും അദ്ദേഹം പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മാൻ സിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ ഈ സ്പാനിഷ് സൈഡിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര ഭീകരമായിട്ടുള്ള കൺസിസ്റ്റൻസി കാഴ്ചവെക്കുമ്പോൾ അത് റിവാർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. റിവാർഡ് ചെയ്യണം. എൻ്റെ യൂറോ പ്രഡിക്ഷൻ പണ്ടാറടങ്ങിപ്പോയി, പക്ഷേ കോപ്പ അമേരിക്ക പ്രഡിക്ഷൻ നന്നായി വന്നതിൽ വലിയ സന്തോഷമുണ്ട്. ജർമ്മനിയോ അല്ലെങ്കിൽ ഫ്രാൻസോ അടിക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ തന്നെ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അവർ ആ ബ്രാക്കറ്റിൽ ചെന്ന് പോയി പെട്ടതാണ് പണി കിട്ടിയത്. ഇങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോണ്ടല്ലോ, ആ ഒരു ഫുൾക്രുക്കിൻ്റെ ഗോള് സ്വിറ്റ്സർലാൻഡിനെതിരെ വന്നില്ലായിരുന്നെങ്കിൽ എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ ബ്രാക്കറ്റിൽ ചെന്ന് പെട്ടേനെ, അത് നല്ലതായി പോകാൻ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു ജർമ്മനി സ്പെയിൻ ഫൈനൽ നമുക്ക് കാണാൻ സാധിച്ചേനെ എന്നുള്ളതാണ്. അതായിരുന്നെങ്കിൽ ഒരു ഫിറ്റിംഗ് ഫിനാലെ ആയിപ്പോയനെ ഈ ഒരു യൂറോക്ക്. കാരണം ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച രണ്ട് സൈഡുകൾ അത് സ്പെയിനും ജർമ്മനിയും തന്നെയാണെന്നുള്ള കാര്യത്തിൽ അത് സംശയം വേണ്ട. അവർ ഫൈനലിൽ ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ രസമുള്ളൊരു മത്സരമായി പോയനെ. എന്തായാലും അത് നടന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റധ്യായത്തിലെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.